ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്രിസ്മസ് മേക്ക് ഓവറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഇൻസ്പോ ഇല്ലാതെ ചെയ്തൊരു സംഭവമാണ്. പിൻട്രസ്റ്റിൽ നോക്കിയ സമയത്ത് ഇഷ്ടംപോലെ റൂം മേക്ക് ഓവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡെസ്ക് മേക്ക് ഓവർ ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഓരോന്ന് അവിടെ എവിടെയും വെച്ചിട്ട് ഇങ്ങനെ മതിയോ അങ്ങനെ മതിയോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ചെയ്ത സംഭവമാണ്. പിന്നെ ഒരു 2 ആഴ്ച മുമ്പ് തുടങ്ങിയൊരു മേക്ക് ഓവറാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലാണ് തീർത്തത്. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എൻ്റെ ലാസ്റ്റ് മിനിറ്റ്, അതായത് തലേ ദിവസം 1 മണി 2 മണിയൊക്കെയാണ് എൻ്റെ ലാസ്റ്റ് മിനിറ്റ്. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇന്നലെ ഞാൻ കിടന്നത് ഒരു 3:30 4 മണിയൊക്കെ ആകുമ്പോഴാണ്. കാരണം അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈറ്റ് വ്യൂ പോലെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നാളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഫൈനലി കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ലുക്ക്. അപ്പം നമുക്ക് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. കുറച്ച് നേരത്തെ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്താ, പറഞ്ഞിട്ട് കാര്യമില്ല, മടിയും ഉണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൻ്റെ ആളാണല്ലോ. എന്തായാലും നമ്മുടെ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പിങ്ങിലാണ്. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കടിൽ ഡയറീസിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഒരു ഈവനിങ് വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ വാങ്ങിച്ചു, എന്താന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോൾസും കുറച്ച് ഗാർലൻഡ്സും അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് മേക്ക് ഓവർ എന്ന് കൊണ്ട് വാങ്ങിച്ചതല്ല, നമ്മൾ ക്രിസ്മസ് എല്ലാ വർഷവും നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീയിൽ ഇടാനായിട്ടൊക്കെയാണ് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. എൻ്റെ റൂം എത്ര തവണ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും അത് ക്ലീനായി കിടക്കുകയില്ല. ആദ്യമൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. മീൻസ് ഇങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് 2 ദിവസമല്ലേ ആയുള്ളൂ, എന്താ ഇങ്ങനെ ആക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ റൂം വൃത്തിയാവാൻ പോണില്ല എന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ വലുതായിട്ട് അങ്ങോട്ട് ബോദർ ചെയ്യാറില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം മേക്ക് ഓവറൊക്കെ ചെയ്തല്ലേ ഉള്ളൂ, ആ ഒരു പരിപാടിയൊക്കെ ഒന്ന് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വിഷമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മനസ്സിലൊരു സന്തോഷമായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യാൻ പോണത്. എനിക്കാണെങ്കിൽ ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ ചാനലിൽ പറയാൻ തുടങ്ങിയാണ്. എന്തായാലും ആദ്യം തന്നെ എല്ലാ സാധനവും എടുത്ത് മാറ്റുക. ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് മാറ്റുന്നതായിരുന്നു ആദ്യത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് വെക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സാധനം എന്തായാലും വെക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാളിലെ സംഭവങ്ങളൊക്കെ പറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വാളിൽ ഒട്ടിക്കുന്ന സമയത്ത് പെയിൻറ്റ് ഇളകി വരില്ലേന്ന്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലോ ടേപ്പ് ഇല്ലേ, സെല്ലോ ടേപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെല്ലോ ടേപ്പ് ഈ പോസ്റ്ററിന് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റർ കീറിപ്പോവും. അപ്പോൾ ഞാൻ എല്ലാം ബാക്കിലോട്ട് മടക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ ഈ ടാക്കിറ്റോ അല്ലെങ്കിൽ ഈ സാധാ ഗ്ലൂ ഡ്രോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴൊക്കെ വാളിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൈറ്റ് സൈഡിലെ വാൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൽ ഞാൻ പണ്ട് ഉപയോഗിച്ച ഗ്ലൂ ഡ്രോപ്സ് ഒക്കെ ഇപ്പോഴും അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ താഴത്തെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അറിയാമല്ലോ, എല്ലാ പേപ്പറും വെട്ടി എത്രയൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ നോക്കിക്കഴിഞ്ഞാലും എന്തായാലും കുറച്ച് പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. പിന്നെ താഴെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി മൊത്തത്തിൽ ഒരു എന്താ പറയുക, ക്ലീൻ ക്യാൻവാസ് ആക്കി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ എളുപ്പമായല്ലോ, ഇനിയിപ്പോൾ എല്ലാ സാധനമൊക്കെ എടുത്ത് വെച്ചാൽ പോരേന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇതെങ്ങനെ വീണ്ടും ഇങ്ങനെ ആയി എന്നല്ലേ. അത് ഞാൻ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവമൊക്കെ ചെയ്തത്. ആ ഒരാഴ്ചത്തെ സാധനമാണ് ഈ കാണുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴും ലെഫ്റ്റ് സൈഡ് മാത്രമേ എൻ്റെ ടേബിളിൽ ഇത്രയും മെസ്സ് ഉണ്ടാവാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യണത്. ആ ഒരു ഭാഗം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് എസ്തെറ്റിക്കായിട്ട് കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അവിടെ വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്ത് വെക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് DIY ഒരു ക്രിസ്മസ് റീത്താണ്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സാധനവും ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലുമൊക്കെ ഷോർട്സ് കാണാൻ മടി ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഷോർട്സിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യണ്ട, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. റീത്ത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒരു മെറ്റൽ റിങ്ങോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എടുക്കുക, അതിൽ ഗാർലൻഡ് ചുറ്റി കൊടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇത് തൂക്കിയിടാനായിട്ട് ഞാനൊരു ഹുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹുക്കിൽ ഒരു ഗാർലൻഡിൻ്റെ ഒരറ്റം വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടാം, അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റീത്ത് സെറ്റായി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ അടുത്ത പരിപാടി എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അടുത്ത പരിപാടി നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. ഈ ക്രിസ്മസ് ട്രീയുടെ അട്ടപ്പെട്ടി കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ച വീട്ടിലെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ്. ഇതിൻ്റെ വലിയൊരു സൈസാണ് ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞു. അപ്പം തന്നെ ഊഹിക്കാമല്ലോ എത്ര വർഷം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഏതോ ഒരു വർഷം വീട്ടിൽ 2 ക്രിസ്മസ് ട്രീ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചുറ്റി വെച്ച ഗാർലൻഡ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ സാധനമൊക്കെ അഴിച്ചെടുക്കുക എന്നുള്ളതാണ്.
10-15 മിനിറ്റിൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷം എല്ലാ സാധനവും അഴിച്ചെടുത്തു. അപ്പോഴാണ് കണ്ടത് അതിന് സ്റ്റാൻഡ് ഇല്ലാന്ന്. നമ്മുടെ ബുദ്ധി പിന്നെ പണ്ടേ വിമാനമാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും കല്ലൊക്കെ ഇട്ട് വെച്ച് അതിലേക്ക് കുത്തി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് പോയി എടുക്കലൊന്നും നടക്കില്ല. പിന്നെ രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു ഫോം ബോർഡിലോട്ട് ഇറക്കി വെച്ചിട്ട് ഉള്ളിൽ വല്ല തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ അറ്റം മാത്രമേ ഇറക്കി വെച്ചുള്ളൂ. എന്നിട്ട് ആ സാധനം ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി നടന്നില്ല, പൊട്ടത്തരമായിരുന്നു. പിന്നെ അതിനുശേഷം തുണി വെച്ച് നോക്കി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തുണി ഇങ്ങനെ കുത്തിത്തിരികെ വെച്ചിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ലല്ലോ, അത് ഇറങ്ങിയിരിക്കില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കി വീണ്ടും മണ്ടത്തരം പാളിപ്പോയി. പിന്നെ ഞാൻ ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ വെച്ചു. വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ചു. അപ്പോൾ സെൻറ്ററിലോട്ട് ഇറക്കി വെക്കുമ്പോൾ എന്താ എല്ലാ സൈഡും നമുക്കൊരു പിടുത്തവും കിട്ടും, അനങ്ങാണ്ട് നിൽക്കുകയും ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കാണാനും ഒരു ക്ലീൻ ലുക്കായിരുന്നു. നമ്മൾ കല്ലൊക്കെ വെക്കുന്നേക്കാളും ഇങ്ങനെ ഫോം ബോർഡായിട്ട് മുകളിൽ നിൽക്കുന്ന സമയത്ത് കാണുമ്പോൾ ഒരു വൃത്തിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായി ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ കുറച്ച് മെനയാക്കി വെച്ചു. ട്രീ വെച്ചത് നമ്മുടെ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടായിരുന്നു. എനിക്ക് കുറച്ച് ഹൈറ്റ് വേണോ വേണ്ടതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലെടുത്ത് വെച്ച് നോക്കി. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹൈറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബോൾസൊക്കെ ഞാൻ ഇതിലായിരുന്നു തൂക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതേപോലെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ട്രീയുടെ മുകളിൽ ഒരു സ്റ്റാർ വെക്കണമല്ലോ. ഈ ഒരു സ്റ്റാർ കുറേ വർഷങ്ങളായിട്ട് വീട്ടിലുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാം. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിലുള്ള ഗ്ലിറ്റർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാമെന്ന്. കറക്റ്റാണെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെവിക്കോൾ കുറച്ച് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കുക, അത്രയേ ഉള്ളൂ. ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഞാൻ ഉപയോഗിച്ച ഗ്ലിറ്ററും മറ്റേ ഗ്ലിറ്ററും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ടോപ്പിൽ വെക്കാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമ്മുടെ ഡെസ്കിൻ്റെ പരിപാടിയാണ്. ഡെസ്ക് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഡെസ്ക് ആണല്ലോ, അറിയാമല്ലോ. എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കളർ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂസ് ചെയ്ത ഫ്ലെക്സ് ക്യുക്ക് ഇല്ല, ആ ഫ്ലെക്സ് ക്യുക്ക് ടേബിളിൽ വീണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചു. അതൊന്നും എത്ര തുടച്ച് കഴിഞ്ഞാലും പോലും, ഇപ്പം ഞാൻ തുടച്ച ഭാഗമില്ലേ അവിടെയായിരുന്നു വീണുണ്ടായിരുന്നത്, ആ സാധനവും പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ പണ്ട് യൂസ് ചെയ്ത ക്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, അതും പോകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പറ്റുന്നത്രയും ക്ലീൻ ചെയ്തു. സെൻറ്ററിൽ ഞാൻ ഈ ഒരു സംഭവം വെച്ചത്, ഇത് ആക്ച്വലി ഐക്കിയ എന്നുള്ളൊരു വാൾ ഷെൽഫാണ്. വാൾ ഷെൽഫായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാൾസ് ഡ്രില്ല് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ വെറുതെ എന്തിനാ വാൾ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ടേബിൾ പോലെയാണ് യൂസ് ചെയ്യണത്. അടുത്തത് പോലെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ്. ഡെക്കറേഷൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിൻട്രസ്റ്റിൽ ഇൻസ്പോസ് നോക്കിയിട്ട് ഒരു തേങ്ങയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ ഇങ്ങനെ വെക്കാം അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് വന്നതാണ് ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ക്രിസ്മസിൽ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെയാണല്ലോ. ഈ ഒരു എന്താ പറയുക, ടേബിൾ ടോപ്പിലും അവിടെ ഇവിടെയൊക്കെ സൈഡിൽ ഇങ്ങനത്തെ ചെടിയൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് ക്രിസ്മസ് ബോൾസൊക്കെ വെക്കുന്നത്, അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. പിന്നെ നമ്മുടെ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ തന്നെ വേണം, കാരണം കഷ്ടപ്പെട്ട് കരിഞ്ഞു പിടിച്ച് വാങ്ങിച്ചൊരു സാധനമാണല്ലോ. അടുത്തതൊരു ഡെക്കോറായിട്ട് ഒരു വീടാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കാർഡ്ബോർഡ് വീടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, റൂഫ് വയ്ക്കുക, മൊത്തത്തിൽ വീടിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. സംഭവം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ണും മൂക്കും വായിന്നാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. വാതിലും ജനലും അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം, അത്ര തന്നെ ഉള്ളൂ. മുകളിൽ ഒന്നല്ലേ പഞ്ഞി അല്ലെങ്കിൽ തെർമോക്കോൾ ബോൾസ് യൂസ് ചെയ്യാം. പിന്നെ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചൊരു ക്യാൻഡിലും പിന്നെ നമ്മുടെ ബ്യൂട്ടി പാലസിൽ നിന്ന് വാങ്ങിച്ചൊരു നോമിൻ്റെ ഒരു സ്ക്വിഷി പോലത്തെ ഒരു സാധനവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കുറച്ച് ഗിഫ്റ്റ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ സൈഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ക്രിസ്മസ് ബോൾസൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര മോശമുണ്ടായിരുന്നു. കാരണം ചെറിയ ട്രീ ആണല്ലോ, അതിൽ വലിയ ബോൾസൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ബണ്ണിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുന്ന ഓരോ എന്താ പറയുക പെല്ലറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു സാധനം എല്ലാവരുടെയും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കായൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഉണ്ടായിരുന്നു. എന്തായാലും രസം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു വാൾ ഷെൽഫ് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുമില്ല, ഒരു അട്ടപ്പെട്ടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ വാൾ ഷെൽഫ്. വേണമെങ്കിൽ ഒരു പാർട്ടീഷനും കൂടെ ഇടയിൽ വെച്ച് കൊടുക്കാം. അത് ഒട്ടിക്കാനായിട്ട് ഞാൻ ചെയ്തത് ഡബിൾ സൈഡ് ടേപ്പാണ്. പക്ഷേ അത് മോശമാണ്, കാരണം ഡബിൾ സൈഡ് ടേപ്പ് വാളിൽ ഒട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് പറിച്ചെടുക്കാൻ നല്ല പണിയാണ്. ഇപ്പോൾ അത് ഒട്ടിക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ 3-4
എന്താ പറയുക ഡോട്ട് അത് നമ്മുടെ മറ്റേ ഗ്ലൂ ഡ്രോപ്പും ഇതേപോലത്തെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. എന്തായാലും അതിനകത്തോട്ട് നമ്മുടെ ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്നും പിന്നെ ഒരു നോട്ട് പാഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചത്, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ട്രിപ്പ് ഇങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രിൻ്റ് എടുക്കാനാണ്. പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ പോസ്റ്റർ പോലെ ഒട്ടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഇമേജസ് കണ്ടുപിടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് ഒരു പെൻ ഡ്രൈവിലാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കളർ പ്രിൻ്റ് എടുത്ത് തന്നോളും. പെൻ ഡ്രൈവ് വേണമെന്നൊന്നുമില്ല, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആക്കിയിട്ട് പോയിന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവർക്ക് വാട്സാപ്പിലോ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കാനായിട്ട് കളർ പ്രിൻ്റ് ഒരു ഷീറ്റിന് 20 രൂപ വെച്ചിട്ടാണ്. നോർമലായിട്ടാണെങ്കിൽ 10 രൂപ. ഇങ്ങനത്തെ ഇമേജസ് ഒക്കെ പ്രിൻ്റ് എടുക്കാനായിട്ട് 20 രൂപയാണ്. പണ്ട് 10 രൂപയായിരുന്നു, ഇപ്പോൾ 20 രൂപയായി. അപ്പോൾ ഇത് മൊത്തത്തിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് എനിക്ക് 190 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വിഷൻ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു പിക്ചേഴ്സും കൂടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേപ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 190 റുപ്പീസ് ആയത്. ഏറ്റവും ടഫ് പാർട്ട് എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പാടുപെടണം. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിൽ പേപ്പർ കട്ടർ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ എന്തിനാ അത് വെച്ച് കട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ പേടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഈ പേപ്പർ കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഇടയിൽ വെച്ചൊന്ന് സ്റ്റക്കായിട്ട് അങ്ങനെ കീറി പോകാറുണ്ട്. ഞാൻ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എന്തായാലും അത് വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പണി തീർന്നുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്ത പേപ്പറൊക്കെ അപ്പം തന്നെ ഞാൻ വേസ്റ്റ് ബിന്നിൽ ഇട്ടു. കാരണം അറിയാമല്ലോ, നമ്മളത് ഇടാതെ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്നാമത്തെ ക്ലീനിങ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സംഭവമൊക്കെ വാളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കി ഏത് പാറ്റേണിൽ വെക്കണം, ഡിസൈനിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ റൈറ്റ് സൈഡ് പിന്നെ ലെഫ്റ്റ് സൈഡ് വെച്ച പോലെ അതേ ഒരു പാറ്റേണിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വാൾ പോസ്റ്ററൊക്കെ വന്നതിന് ശേഷം എന്താ പറയുക, പെട്ടെന്നൊരു മേക്ക് ഓവർ കൊടുത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ബിഗ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് മാൻകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ മാൻകുട്ടികൾ വെറുതെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചതാണ്. വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു. ചിലത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പശ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഈ ഫ്ലോട്ടിംഗ് ഷെൽഫിൽ എന്ത് ചെയ്യണം എന്നായിരുന്നു സംശയം. ആദ്യം ഞാൻ ഈ ഗാർലൻഡൊക്കെ വെച്ച് നോക്കി, പക്ഷേ അതത്ര അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പഞ്ഞി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ പിന്നെ ഒരു സ്നോയുടെ ഇഫക്റ്റ് പോലെ കിട്ടുമല്ലോ. മര്യാദയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യായിരുന്നു. എന്തോ ഒരു പൊടി എൻ്റെ തൊണ്ടയിൽ പോയതാണ്. ഇപ്പോൾ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ കിട്ടണില്ല. എന്തായാലും ചെയ്ത് വന്നപ്പോൾ ഇതേപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് വേറൊരു DIY കാണിക്കാം. വേറൊന്നുമല്ല, നമ്മൾ ഈ ഫോറിനേഴ്സിൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ക്രിസ്മസ് ടൈം ആകുമ്പോൾ സോക്സ് തൂക്കിയിടുന്നത്. അതെന്തുകൊണ്ടാണ് തൂക്കിയിടുന്നത്, അതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്സിൽ നമ്മുടെ ഓരോ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ എഴുതി തൂക്കിയിടും. എനിക്ക് തോന്നണത് അതിനകത്ത് എന്തോ ഗിഫ്റ്റ്സും കാര്യങ്ങളും വെക്കും, അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ സോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. തുണി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്തൊന്നും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടി വരില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഹാങ്ങിങ്സ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ റെഡ് കളർ ചാർട്ട് വെച്ചിട്ട് ഒരു സോക്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ സോക്സിൻ്റെ മുകളിലൊരു ഫർ പോലെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. അത്രയേ ഉള്ളൂ, 4 എണ്ണമാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയുക, വാട്ടർ ഡ്രോപ്ലെറ്റ് പോലത്തെ ഒരു ലൈറ്റ് കണ്ടില്ലേ പുറകിലും, ഈ ഒരു സാധനം ഇങ്ങനെ വെച്ച് വന്ന സമയത്ത് 3 എണ്ണമായിരുന്നു ഒരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പേസിൽ ഇതേപോലെ സോക്സ് തൂക്കിയിടാന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തായാലും ആ സോക്സും കൂടെ വെച്ച് വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ മുകളിലൊരു ക്രിസ്മസ് ട്രീയാണ് വെച്ചത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഗ്രീൻ ഷീറ്റ് മാത്രം മതി. ഗ്രീൻ ഇല്ലെങ്കിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ കോൺ ഷേപ്പ് ആക്കുക. താഴെ ഒരു ബ്രൗൺ കളർ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ തിക്നെസ്സിൽ വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ സ്ട്രിപ്പ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ക്രിസ്മസ് ട്രീ റെഡിയായി. പിന്നെ ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നില്ല, കാരണം വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഈ ഒരു ഹാർട്ടിൻ്റെ ഒരു സംഭവം കൂടിയാണ് വെച്ച് കൊടുത്തത്. പിന്നെ അടുത്ത സെക്ഷനിൽ വെക്കാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം മാറ്റിയിട്ട് ഒരു മെറി ക്രിസ്മസിൻ്റെ ഫോട്ടോ ഫ്രെയിം വെക്കാമെന്ന് വിചാരിച്ചു. സൈസ് എടുക്കാനായിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്താണോ മെഷർമെൻറ്റ്, അതേ മെഷർമെൻറ്റിൽ ഒരു റെഡ് കളർ പേപ്പർ എടുത്തു. മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം എഴുതിയത് കുളമായി, രണ്ടാമത് എഴുതി കൊടുത്തു. പിന്നെ അതൊന്ന് വൈറ്റ് കളറിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ എപ്പോഴും വൈറ്റ്നർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത് വെച്ച് എഴുതി കൊടുത്തു. കുളമാകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ കുളമായില്ല, അടിപൊളിയായിട്ട് കിട്ടി. അപ്പം നമ്മുടെ ആ ഒരു സംഭവമൊക്കെ വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലോസ് ചെയ്തു. അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
പിന്നെ ആ ഒരു ഫ്രെയിം നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബോളും പിന്നെ നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സാധനം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ താഴെ വെക്കാനായിട്ട് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൈബ് വന്നില്ല, എല്ലാം കൂടെ ഒന്ന് മാച്ച് ആവാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ മറ്റേ റാപ്പിംഗ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർഡ് ഉണ്ടാക്കിയില്ല, ആ ഒരു റെയിൻഡിയറിൻ്റെ കാർഡ്, അതേപോലെ തന്നെ ജസ്റ്റ് വലുതായിട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു റെഡ് കളർ പേപ്പർ കവർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു റെയിൻഡിയർ ഉണ്ടല്ലോ, അതിൻ്റെ വലിയൊരു വേർഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. അത് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വെച്ച് ശ്വാസം മുട്ടിയതാണ് ഗൈസ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിംഗ് ബാഗിൻ്റെ കവറില്ലേ, അത് വെച്ചൊരു റെയിൻഡിയർ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു ബ്രൗൺ കളർ പേപ്പറിൽ 2 കൊമ്പും കൂടെ വെട്ടിയെടുത്ത് ഒട്ടിച്ചു. പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ഡോട്ട് വേണമല്ലോ. ആദ്യം ഞാൻ വൈറ്റ്നർ വെച്ച് ചെയ്യാൻ നിന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ച് ഞാൻ എന്താ മന്ദബുദ്ധിയോ. അപ്പോൾ പിന്നെ കുറച്ച് A4 ഷീറ്റിൽ റൗണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെയാണ് ചെയ്തു കൊടുത്തത്. പിന്നെ അടുത്ത നമ്മുടെ ബുക്കിൻ്റെ ഒരു ഓർഗനൈസർ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ റാപ്പിംഗ് പേപ്പർ വെച്ച് കവർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് അഡീഷണൽ ഒരു എന്താ പറയുക, പൊടിക്കൈക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു മാറ്റ് വിരിച്ചു നോക്കി, ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു രസമില്ലാത്ത ഫീലും ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തു. പിന്നെ താഴെ നമ്മുടെ എക്സ്റ്റൻഷൻ കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. നമ്മുടെ കർട്ടനും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഫിനിഷായി. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മേക്ക് ഓവർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക.